ഈ വർഷത്തെ ഐഫോൺ സീരീസുകൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ മുൻപില്ലാത്ത രീതിക്ക് കണ്ട ഒരു അൺബോക്സിങ് സിനാരിയോ ആയിരുന്നു. പാടത്തും പറമ്പിലും പുഴയിലും കടലിലും എവിടെ നോക്കിയാലും ഐഫോണുകളുടെ അൺബോക്സിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ചൊവ്വയിൽ പോയിട്ടുള്ള അൺബോക്സിങ് മാത്രമാണ് നമ്മൾ കാണാതിരുന്നത്. എനിവേ ആ ഒരു അൺബോക്സിംഗ് ഒക്കെ കണ്ട് എൻ്റെ കുരു തന്നെ പൊട്ടി. അവസാനം ഞാൻ ഭാര്യനോട് പോയിട്ട് ചോദിച്ചു, ഒരു വള കുറച്ച് ദിവസത്തിനൊന്ന് ഊരി തരുമോ, ഒരു ഐഫോൺ എടുക്കാനാണെന്ന് പറഞ്ഞു. കയ്യിൽ ഒലക്ക കിട്ടാത്തതുകൊണ്ട് അവളുടെ നിന്ന് അടി കിട്ടിയില്ല. അവസാനം അമ്മേനെ പറഞ്ഞ് പറ്റിച്ച് അമ്മയുടെ ഒരു വള 3 മാസത്തെ ഗ്യാപ്പിന് വേണ്ടിയിട്ട് പണയം വെക്കാനായിട്ട് വാങ്ങി വെച്ചു. ഐഫോൺ 16 പ്ലസ് എടുത്തു. 16 പ്രോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് മുട്ടിയില്ല. അങ്ങനെ ഐഫോൺ 16 പ്ലസ് എടുത്തു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു യൂട്യൂബ് പരിപാടി നടത്തിയിട്ട് ഇതുവരെ 10 പൈസയുടെ മെച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ. ഈ ടെക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാം, ഇതുപോലുള്ള ഫോണൊക്കെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടും. അത് നല്ല പോലെ കിട്ടുന്നുണ്ട്. സോ ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതേപോലെ എങ്ങനെ വളം എടുത്ത് കൊടുക്കും എന്നുള്ള ടെൻഷനും ഒരു സൈഡിലുണ്ട്. സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിവേ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരുപാട് കണ്ടും കേട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കും കൂടി പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് പോയാൽ മതി. സോ നിങ്ങൾ ഇതിൻ്റെ ബോക്സ് കണ്ടല്ലോ, ചാർജർ വരുന്നില്ല ആസ് യൂഷ്വൽ. ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ, ഓൾറെഡി പൊട്ടിച്ചു, ആക്ടിവേറ്റ് ചെയ്തു, ഉപയോഗിച്ചു, കുറേ സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കി. കാരണം ക്ഷമയില്ല, എങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ട ഇതായിരിക്കുന്നു നമ്മളുടെ ഐഫോൺ 16 പ്ലസ്. എടുത്തു കഴിഞ്ഞാൽ ബോക്സിന്റെ ഉള്ളിൽ കേബിളും വരുന്നുണ്ട്, ഇതിന്റെ സിം ഇജക്റ്റിംഗ് പിന്നും വരുന്നുണ്ട്, പിന്നെ കുറച്ച് പേപ്പറും വരുന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ബോക്സിന്റെ ഉള്ളിൽ വരുന്നില്ല. അപ്പോൾ അതാണ് ഐഫോൺ 16 പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഡിസൈനിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണിൽ ഉടക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്. ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്, നിങ്ങൾ ഈ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടുള്ളത് കണ്ട. ഇപ്പോൾ ഇത് ഐഫോൺ 15 പ്രോ മാക്സ് ആണ്. ഇവിടെ ഈ ഫ്ലാഷ് വെച്ചിരിക്കുന്നത് ഈ ഒരു ക്യാമറ വരുന്ന ഈ ഒരു മൊഡ്യൂളിലാണ് വരുന്നത്, അല്ലാതെ ഫ്രെയിമിലല്ല. ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ബാക്ക് ഫ്രെയിമിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കവറൊക്കെ ഇടുന്ന സമയത്ത് ഒരു ചീപ്പ് ലുക്ക് വരുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഇട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ, പിന്നെ ചേഞ്ച് വന്നിട്ടുള്ളത് ആക്ഷൻ ബട്ടനാണ്. അപ്പോൾ നമ്മളുടെ അലൈഡ് സ്ലൈഡർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ചത്തു, ഇനി ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അതങ്ങോട്ട് ചത്ത് പണ്ടാറിറങ്ങി. അതുകൂടാതെ നമ്മളുടെ ക്യാമറ ബട്ടൺ, ആക്ഷൻ ബട്ടൺ, കൺട്രോൾ ബട്ടൺ, ഞാൻ ഇങ്ങനെ ഒന്നും അല്ല അല്ലേ വീഡിയോ എടുക്കാറ്. നല്ലപോലെ ടെൻഷൻ ഉണ്ട്. അതേപോലെ ഞാൻ ഒരു പോയിന്റ് പോലും ഈ ഒരു ഫോണിനെ കുറിച്ച് സാധാരണ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു നോട്ടൊക്കെ എഴുതി വെക്കാറുണ്ട് പോയിന്റ്സ്. ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ ഒരു നോട്ട് പോലും ഞാൻ കയ്യിൽ കരുതിയിട്ടില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാപ്ചർ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഒരു യൂസ് ഇപ്പൊ തോന്നുന്നില്ല. ഇതിന്റെ യൂസ് വരാനായിട്ട് പോകുന്നത് 2 സമയത്താണ്. ഒന്ന്, ഈ ഒരു ഫോൺ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് ആ ഒരു ബട്ടൺ നമുക്ക് യൂസ്ഡ് ആവുന്ന സമയത്തുണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും, യൂസ്ഡ് ആവണം. അതേപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസ് വരുന്ന സമയത്ത് അതിലൊരു വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ മുന്നിൽ കാണുന്ന സംഭവങ്ങൾ ക്യാമറ വഴി നമുക്ക് അത് എന്താണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ലൊക്കേഷൻ അടക്കം പറഞ്ഞു തരുന്ന ഒരു പരിപാടിയാണ്. സോ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതൊരു ബട്ടൺ തന്നെയാണ് കേട്ടോ, അല്ലാതെ ഇതൊരു ഗ്ലാസോ സംഭവങ്ങളോ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം കേട്ടോ, നല്ല പച്ചയായിട്ടുള്ള ഒരു ബട്ടൺ തന്നെയാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ മാറ്റം വന്നിട്ടുള്ളത് USB Type-C ചാർജിങ് പോർട്ട് തന്നെയാണ്. ആപ്പിൾ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡൈനാമിക് ഐലാൻഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് തന്നെ ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇത് ഐഫോൺ അല്ല എന്നുള്ള തോന്നലൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ ആണ് എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല. സീരിയസ്ലി ഐഫോൺ 14 ആണെങ്കിലും 15 ആണെങ്കിലും ആ ഒരു ഡിസൈൻ സയൻസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിൽ ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതല്ലാതെ വേറൊരു മാറ്റം ഇതിന്റെ ഡിസൈനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഈ ഫോണുകളൊക്കെ പിടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ്. കുറച്ച് വെയിറ്റ് കുറവുണ്ട്, ഇത് പ്രോ മാക്സ് ആയ കാരണം അതിനപേക്ഷിച്ച് കുറച്ച് വെയിറ്റ് കുറവുണ്ട് എന്നുള്ളതല്ലാതെ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ചതി എന്ന് പറയുന്നത് നമുക്ക് 60 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഈ വർഷവും നമുക്ക് തന്നത്. പക്ഷെ അത് അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫോൺ ഉപയോഗിച്ച് അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു ലാഗ് പോലെ, ഒരു ചെറിയ ലാഗ്, അത് പറയത്തക്കതൊന്നുമല്ല, പക്ഷെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. അതേപോലെ 120 Hz ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ് ചെയ്താലും ചെറിയൊരു ലാഗ് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ പറയുന്ന ലാഗോ കാര്യങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറം ഫീൽ ചെയ്യുന്നില്ല.
പിന്നെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഏത് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്ന സൂപ്പർ ഡിസ്പ്ലേ തന്നെയാണ്. അവിടെ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇനി ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യത്തിലാണ് പിന്നെ വ്യത്യാസം വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഐഫോൺ 15 നമുക്ക് കിട്ടിയത് A16 ബയോണിക് ആണെങ്കിൽ ഈ വർഷം 2 ജനറേഷൻ കയറി A18 എന്ന് പറയുന്ന A18 ബയോണിക് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 8 GB റാമും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ അത് 6 GB റാം ആയിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 8 GB റാമിലേക്ക് അവർ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇവർ ഈ പറയുന്ന ആപ്പിൾ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഫോണിൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു അപ്ഡേഷൻ വഴി ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ലോഞ്ച് ഇവന്റിൽ അവർ പറഞ്ഞത്. സോ അത് ഭയങ്കര മോശം പരിപാടിയായിട്ടോ, ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. സോ വേറെ വഴിയില്ല, സഹിക്കല്ലാതെ വേറെ എന്താ. ഈ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ഇതുപോലെ ആപ്പിൾ ഇന്റലിജൻസ് മാർക്കറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫോൺ ഇറക്കിയത്. പക്ഷെ അത് ഈ ഒരു ഫോണിൽ വരുന്നില്ല താൻ. അപ്പോൾ അവർ തരുന്നത് വാങ്ങുന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. എനിവേ ഇതിന്റെ പെർഫോമൻസ് സൈഡിൽ നമുക്ക് അങ്ങനെ വലിയ ചേഞ്ചോ അല്ലെങ്കിൽ ഓവർ സ്പീഡോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ ഒരു ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഹീറ്റ് ആവുന്നത് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഹീറ്റ് പ്രിവെന്റ് ചെയ്യാനുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഈ ബാക്കൊക്കെ ഒത്തിരി ചൂടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനൊരു 4K വീഡിയോ ഒക്കെ എടുത്തു നോക്കി. ഈ ഒരു ഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് കുറവ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിന്റെ സൈഡിൽ നല്ല രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ വരുമ്പോൾ ഈ ക്യാമറ ക്വാളിറ്റീനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. നമുക്കിവിടെ 2 ക്യാമറകൾ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഏറ്റവും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാപ്ചർ ബട്ടൺ തന്നെയാണ്. ഇത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യും. അതേപോലെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും കിട്ടുന്നുണ്ട്. സോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ആപ്പിൾ വിഷ്വൽ ഇന്റലിജൻസ് വരെ ഇതിൽ വരണം എന്നുണ്ടെങ്കിൽ iOS 18.1 ആപ്പിൾ ഇന്റലിജൻസ് അടക്കം വന്നാലാണ് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. സെൽഫി ക്യാമറയും നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കൺട്രോളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അതേപോലെ ക്യാപ്ചർ ചെയ്യാനും വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. 16 സീരീസിലോട്ട് വരുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ച് ഒരു പൊടിക്ക് ഒരു 10% വേണമെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയാം. അത് വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും ഫോട്ടോസിന്റെ കാര്യത്തിലാണെങ്കിലും. എനിക്ക് കൂടുതലും തോന്നിയത് ഫോട്ടോസിന്റെ കാര്യത്തിലാണ്. കുറച്ചും കൂടിയും രസമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. അതായത് കുറച്ചും കൂടിയും കളറൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ ക്യാമറ കൊള്ളാം. വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. സോ വേറെ എന്താ, നല്ല ബാറ്ററി ലൈഫ് ആണെന്ന് തോന്നുന്നു. ഞാൻ കിട്ടിയ വഴിക്ക് തന്നെ ഒരു 100% ചാർജ് എത്തിച്ചു. ഇപ്പോഴും 78% ബാറ്ററി ഇപ്പോഴും ബാലൻസ് എടുക്കുന്നുണ്ട്. സോ നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. സോ അതാണ് ഐഫോൺ 16 കുറിച്ച് എനിക്ക് ഇനീഷ്യൽ ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്തായാലും ഒരു മാസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം. സോ ഐഫോൺ 16 പ്ലസ്, ബൈ.